പഞ്ചാബിൽ ബന്ദിന് ആഹ്വാനം ചെയ്ത് കർഷക സംഘടനകൾ ഡിസംബർ 30-ന് ബന്ദ് നടത്തുമെന്ന് കിസാൻ മോർച്ച രാഷ്ട്രീയേതര വിഭാഗവും കിസാൻ മസ്ദൂർ മോർച്ചയും സംയുക്തമായി പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ നിന്നും ശരത് ലാൽ ചേരുകയാണ്. ശരത്ത്, കർഷക പ്രതിഷേധം അത് വലിയ സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ഒരു ആത്മഹത്യ അടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ആ സമയത്താണ് ഇപ്പോൾ ബന്ദ് ആഹ്വാനവുമായും ഇപ്പോൾ കർഷക സംഘടനകൾ മുന്നോട്ട് വരുന്നത്. സൂചിപ്പിച്ച കർഷക സമരം മറ്റൊരു തരത്തിലേക്ക് മാറുന്നു എന്നതാണ് ഇത് നമുക്ക് സൂചിപ്പിക്കുന്നത്. ഇന്ന് പഞ്ചാബിലുടനീളം പഞ്ചാബ് അതിർത്തി വരെ റെയിൽ തടഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ട് അതിന്റെ അടുത്ത ഒരു മുഖം എന്ന നില, അടുത്തൊരു ഘട്ടം എന്ന നിലയാണ് ഇപ്പോൾ പഞ്ചാബിൽ മാത്രമായി ഡിസംബർ 30-ന് ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ഒരു മറ്റൊരു തരത്തിലേക്ക് മാറുന്ന രീതിയിലാണ് കർഷക സംഘടനകൾ ഇപ്പോൾ ഇതിനെ കാണുന്നത്. ഡൽഹിയിലേക്ക് കടത്തിവിടാതെ പഞ്ചാബിലെ മാത്രം പ്രക്ഷോഭം ഒതുക്കി നിർത്തുന്ന നയത്തിനെതിരെ കൂടിയാണ് പഞ്ചാബ് ആസമലം ഒരു ബന്ദിനെ ആഹ്വാനം ചെയ്യാനുള്ള കാരണം. നേരത്തെ ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ച കർഷകൻ മരണപ്പെട്ടിരുന്നു. ഈ കർഷകന്റെ മൃതദേഹം ഇപ്പോഴും ചണ്ഡീഗഡിലെ രാജേന്ദ്ര ആശുപത്രിയിലാണ്. ഈ മൃതദേഹവുമായിട്ട് ഡൽഹി ചലോ മാർച്ച് പുനരാരംഭിക്കുമെന്നൊരു ഭീഷണിയും ഇന്ന് സംഘടനാ നേതാക്കൾ പത്രസമ്മേളനത്തിൽ മുഴക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് പഞ്ചാബ് സർക്കാർ വളരെ ശക്തമായ രീതിയിൽ പഞ്ചാബ് സർക്കാർ തടഞ്ഞിരിക്കുകയാണ്. മൃതദേഹം ബന്ധുക്കൾക്കും വീട്ടിൽ കൊണ്ടുപോകാൻ മാത്രമേ വിട്ടുകൊടുക്കുള്ളൂ നിലപാടാണ് പഞ്ചാബ് സർക്കാർ എടുത്തിരിക്കുന്നത്. ഏതായാലും ബന്ദ് ആഹ്വാനത്തിലൂടെ പഞ്ചാബിൽ സർക്കാരുമായി ഏറ്റുമുട്ടലിന് വരെ കർഷക സംഘടനകൾ തയ്യാറെടുക്കുന്നു എന്ന് വേണം കരുതാൻ. അതേപോലെ വെസ്റ്റേൺ യു പിയിലെ ബന്ദ് സംബന്ധിച്ച് അത് പടിഞ്ഞാറൻ യു പിയിലെ ബന്ദ് നടത്തണോ എന്ന കാര്യത്തെ സംബന്ധിച്ച് നാളെ രാവിലെ കർഷക ടിക്കായത്തുമായി കൂടിയാലോചിച്ച് തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് കർഷക സംഘടന പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പാർലമെന്റ് സമ്മേളനം നാളെ കഴിയുകയാണ്. അതോടുകൂടി സമരം മാളിക്കത്തിക്കാനാണ് ഇപ്പോൾ കർഷക സംഘടനകളുടെ തീരുമാനം. ശരി ശരത്.